ഹലോ ഗെയ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെയാണ് നമ്മുടെ വലിയ പെരുന്നാൾ. അപ്പോൾ എൻ്റെ ദുബായിലത്തെ രണ്ടാമത്തെ വലിയ പെരുന്നാളാണ്. അപ്പം നമ്മൾ എങ്ങനെ ആഘോഷിച്ച് എങ്ങനെയാണ് ആഘോഷിക്കണതെന്ന് നമുക്കൊന്ന് കാണാം. പെരുന്നാളിൻ്റെ സ്പെഷ്യൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ പെരുന്നാൾ രാവിലെ തന്നെ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എൻ്റെ കൂടെ ഈ പെരുന്നാളിന് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി കൂടി എൻ്റെ കൂടെ പെരുന്നാൾ കൂടാനായിട്ട് ഉണ്ടായിരുന്നു. അതിന് ഭയങ്കര ഒരു വലിയൊരു സന്തോഷം തന്നെ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് തന്നെ ഭയങ്കര സർപ്രൈസും ആയിരുന്നു ഇവൻ്റെ ഒരു വിസിറ്റ് എന്ന് പറയുന്നത്. പെരുന്നാൾ രാവായതുകൊണ്ട് തന്നെ നമ്മൾ റൂമിലേക്ക് ഇരുന്നില്ല, നമ്മൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് പോയായിരുന്നു. അപ്പം ഞങ്ങൾ രാത്രിയാണ് 12 മണിക്കാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ടാണ് ആ സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവനും നോയമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നോയമ്പൊക്കെ തുറന്ന് ഇവൻ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. എന്നാലും നമ്മൾ രാത്രി ഒന്ന് ചെറിയ രീതിയിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയി. എവർഗ്രീൻ നാച്ചുറൽ ബ്യൂട്ടി. ഇതിപ്പോ വീഡിയോ ഇനി വേണ്ട, എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് എൻ്റെ ഷമീർ ഖാനെ കാണാൻ വേണ്ടി മാത്രം. ഇക്കാൻ്റെ കൂടെ ഒരു പെരുന്നാൾ കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെ വന്നു? ഫുള്ള് നിസ്കാരം, ഫുള്ള് സോലിയത്തായ മറ്റേ തീനി ഫ്രൈ ആയിട്ട് ഇന്ന് നോമ്പോക്കിന്. എപ്പോ എന്താ എനിക്ക് നോയമ്പുണ്ടായിരുന്നു. എന്നെ അറിയുന്ന ആരും ഉണ്ടാവില്ലല്ലോ വീഡിയോ നോക്കാൻ. അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ നിനക്ക്. ഇങ്ങനെ പോവാ, കിടക്കാ, ഉറങ്ങാ, രാവിലെ എണീക്കാം. അല്ല, നിനക്ക് അയൺ ചെയ്യണ്ടേ ഡ്രസ്സ്? That is more important. I think for you also need it now. Because yours also is chulgal, you know. ഇല്ലത്തിലെ തറവാട്ടിലെ കൊച്ചാനത് അല്ലേ? ഇല്ലത്തിൽ വളർന്നതുകൊണ്ട് ഇല്ലത്തില് എന്റെ ഒരു മര്യാദ. ഇവനിപ്പം നമ്പൂതിരിനൊക്കെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വെറുതെ മൊത്തം ആക്ടിങ് ആണ്. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യം, പെരുന്നാളിന് എനിക്കൊരു കൂട്ടായി. ഫൈനലി പർച്ചേസും ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് എത്തിയായിരുന്നു. ഇതാണ് ഫ്ലാറ്റിൻ്റെ ഒരു വ്യൂ ആണ്, പുറത്തുള്ളൊരു വ്യൂ ആണ്. ഇത് നൈറ്റ് ടൈമിൽ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിന് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ നേരെ ലോബിയിലേക്ക് പോയി. ഇവിടെ നിന്ന് 15ാമത്തെ നിലയിലാണ് നമ്മുടെ ഫ്ലാറ്റ് വന്നത്. ഫ്ലോറാണ്. ഇപ്പം സമയം എന്തായി മോനെ? Sorry, I forgot my watch. But I can check in my phone. Yeah, 12:10. 12:10. Okay, 12:10. Yeah, എൻ്റെ birthday. Many happy returns of the day. നാളെ ഇവന്റെ ബർത്ത്ഡേ കൂടിയാണ്. നാളെ അല്ല, ഇന്ന് 12 മണി കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഇവന്റെ ബർത്ത്ഡേ. ആരെങ്കിലും വിഷയാക്കി അല്ല, ഞാൻ ഇപ്പൊ ആദ്യം വിഷ് ചെയ്ത് അല്ല ആദ്യം അഡ്വാൻസ് ഇവന്റെ വേണ്ട ഇല്ല, ഇതില് പറയുന്നില്ല. റൈറ്റ്. അപ്പൊ നമ്മള് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. എടാ, ഇന്ന് അയൺ ചെയ്യണ, നാളെ അയൺ സമയം എനിക്ക് തോന്നുന്നത് 5:15 ആയിട്ടുണ്ടാവും. ഞങ്ങളൊരു 4:30 തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ കുളിച്ച് റെഡിയായി പള്ളി പോകാനായിട്ട് എല്ലാ പ്രിപ്പറേഷനും നമ്മൾ ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ കൂടെ ഞങ്ങൾ മാത്രം, ഞാനും ഇവനും മാത്രമല്ല, കൂടെ ബദ്രുദ്ദീനും ഉണ്ട്. ബദ്രുദ്ദീൻ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ബദ്രുദ്ദീനും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് പോയി നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതാണ്. പള്ളി പോക്കും ഇപ്രാവശ്യം പോയ പള്ളിപ്പോക്കും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മൊത്തം വെള്ളമായിരുന്നല്ലോ ഇപ്രാവശ്യം. കളർ. ഇപ്പൊ ഗൈസ്, ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചുള്ളൻ ചെറുക്കനൊക്കെ റെഡിയായി നിൽക്കണം. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പള്ളി പോക്ക് പോലെ തന്നെ ബദർ തന്നെയാണ് ലൈറ്റ് ആയത്. ലൈറ്റായി ബദറിനെ ഞാൻ 3 തവണ വിളിച്ച് രാവിലെ എന്നിട്ട് ബദർ 3 തവണയും ഫോൺ എടുത്തില്ലായിരുന്നു.
കഴിഞ്ഞ തവണത്തേലും ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ ഈ വലിയ പെരുന്നാൾ വന്നപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേരും കൂടി ഒരുമിച്ചാണ് നമ്മൾ പള്ളിയിലേക്കൊക്കെ പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി. പക്ഷേ ഈ തവണ നമ്മൾ പോയപ്പോൾ 3 പേരുള്ളൂ. ഒരുത്തൻ നേരത്തെ പോയിട്ടുണ്ട് ഓൾറെഡി. നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴികളെക്കുറിച്ചെല്ലാം ചെറിയ പെരുന്നാളിൻ്റെ വ്ളോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഞങ്ങൾ പള്ളി എത്താറായി. ഇപ്പോൾ ഏകദേശം ഒരു 5:15 ആയിട്ടുണ്ടാവട്ടെ. എന്നിട്ടും നല്ല വെട്ടും വെളിച്ചമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ദുബായിലെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ പകൽ കൂടുതലാണ് ദുബായിൽ. അതേപോലെ തന്നെയാണ് ഇവനെ ഇന്നലെ ഇടിപ്പിച്ചത്. I drink already. ഇതിലേം പോവാ. പക്ഷെ കണ്ണാടി വെച്ചിട്ട് ഇതിന് കൊള്ളണ്ട. അങ്ങനെ നമസ്കാരം എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോ സെക്ഷനാണ്. നമ്മൾ സാധാരണ നമ്മൾ ഏത് ഫംഗ്ഷന് പോയാലും പള്ളിയിൽ പോയാലും പെരുന്നാൾ ഏത് നല്ലൊരു ദിവസം വന്നാലും നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പോൾ ആ പരിപാടിയിലേക്ക് തന്നെയാണ് നമ്മൾ കിടക്കാൻ പോണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ആ സ്ഥലത്ത് പോയി നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് നല്ല നല്ല ഫോട്ടോസ് തന്നെ കിട്ടിയുള്ളതുകൊണ്ട് ബദർ നേരത്തെ പോയി പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട്. ഇവിടെ നല്ല ആളുണ്ട്. ഈദ് മുബാറക്. അങ്ങനെ നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിരിയുകയാണ്. കാരണം എന്ന് വെച്ചാൽ നാസറിന് ഡ്യൂട്ടി ഉണ്ട്, മോർണിംഗ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ നാസർ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ഡ്യൂട്ടിയിലേക്ക് കയറാൻ പോണേന്. അപ്പം ഞാൻ നേരെ എന്ത് ചെയ്ത് ഞാൻ നേരെ അബുദാബിയിലേക്ക് വന്ന് ഇനി നമുക്ക് കുറച്ച് നേരം അബുദാബിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അബുദാബി ബീച്ച്, കോർണിഷ് എന്ന് പറഞ്ഞ ബീച്ചിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ആ ബീച്ച് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് വീഡിയോസ് നിങ്ങൾ നേരത്തെ കണ്ടു കാണും. അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് കുറച്ച് ഏരിയയിൽ ചാർജബിൾ ബേസ് ആയിട്ട് ഉണ്ട്, ഫാമിലീസ് ഒക്കെ തന്നെ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ലായിരുന്നു. അതായത് ഈ ബീച്ചിൻ്റെ കുറച്ച് ഭാഗം മാത്രം ബാരിക്കേഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ടിക്കറ്റ് പ്രകാരമാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ്. ടിക്കറ്റ് ചാർജ് വന്നത് പെർ ഹെഡിന് 25 ദിർഹമാണ്. എന്നാലും അതൊരു വെർത്താണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടൊക്കെ വന്നവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളുള്ളവർക്കാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ അവരെ കെയർ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ അതിനുള്ള ഫെസിലിറ്റീസും അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ കോർണിഷ് ബീച്ചിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഞാനിവിടെ വന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് കുറേ സൗകര്യങ്ങൾ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ കായിക വിനോദങ്ങൾക്ക് പോലും ഇവർ അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ. അതായത് നീന്താനുള്ള സൗകര്യങ്ങൾക്ക് പുറമെ ബാസ്കറ്റ് ബോൾ, വോളിബോൾ, ഫുട്ബോൾ എന്നിവയ്ക്കുള്ള ഗ്രൗണ്ടുകളും പിന്നെ കുട്ടികൾക്ക് പ്രത്യേക കളിസ്ഥലങ്ങളും ഇവിടുത്തെ പ്രത്യേകത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ബീച്ച് ഏകദേശം 2 കിലോമീറ്റർ ലെങ്തിലാണ് കിടക്കുന്നത്. അതിന് 3 സെക്ഷനായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗേറ്റ് 4 വരുന്ന ഏരിയയാണ് ഫ്രീ ആയി എൻട്രി ചെയ്യാൻ പറ്റുന്ന ഏരിയ. അത് സിംഗിളിനും ലാർജ് ഗ്രൂപ്പിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. അവിടെയാണ് നമ്മളിപ്പോൾ എൻട്രി ചെയ്തിട്ടുള്ളത്. നമസ്കാരം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അബുദാബി ബീച്ചിലേക്കാണ് വന്നേക്കണം. അബുദാബി ബീച്ചിൽ ആദ്യമായിട്ട് കാലം നനക്കാൻ പോണേന്.
ഈ ബീച്ചിൻ്റെ ഈ സൈഡിലേക്ക് പോയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ ബീച്ചിൻ്റെ, നമ്മുടെ കൊച്ചിനിലെ ബീച്ചില്ലേ ഫോർട്ട് കൊച്ചി, അവിടെയും ഇങ്ങനെയൊക്കെ പാറക്കല്ലുകളൊക്കെ ഇട്ടിട്ട് ആ ഒരു സെറ്റപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഫീല് കിട്ടിയായിരുന്നു പെട്ടെന്ന് തന്നെ. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ബീച്ചിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല വ്യൂ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും. സാധാരണ ബീച്ചിൽ പോണ പോലെ അല്ല കേട്ടോ ഞാൻ ഈ തവണ പോയത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അബുദാബിയിലേക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് പെരുന്നാളിൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ എവിടെയെങ്കിലുമൊക്കെ പോകണമല്ലോ നമുക്ക് പെരുന്നാളിന്. അതുകൊണ്ട് തന്നെ ഞാൻ അബുദാബിയിലേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ പോയതാണ്. അതുകൊണ്ട് തന്നെ ബീച്ചിൽ കുളിക്കാനുള്ള ഡ്രസ്സുകളൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറങ്ങിയുമില്ല. നമ്മൾ ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ വേണ്ടുവോളം നടക്കുവാനും ആസ്വദിക്കുവാനും ഉള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ബീച്ചിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് എവിടെ നിന്നും പറ്റും കേട്ടോ. അതിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ല കേട്ടോ അവിടെ. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഈ കോർണിഷ് ബീച്ചിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ആ ബിൽഡിംഗ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തൊട്ടടുത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സുകളും ഉണ്ട് കേട്ടോ. കൊച്ചിനെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഭംഗി കൂട്ടുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങുകൾ. അതായത് നമ്മൾ എൻട്രി ചെയ്യണ ഭാഗത്ത് തന്നെയുണ്ട് ഈ ബിൽഡിങ് വന്നതെന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ബിൽഡിങ്ങുകളാണ് വന്നേക്കണത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചീട്ടുകൊട്ടാരങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണ പോലെയുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ അത്ര മനോഹരമായിട്ടാണ് ഓരോ ബിൽഡിങ്ങും പല പല ഷേപ്പിൽ വന്നേക്കണത്. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് അബുദാബി ബീച്ചിലേക്ക് വന്നത്. പക്ഷേ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നിങ്ങളും എല്ലാവരും ഇടയ്ക്കൊക്കെ ദുബായിലാണെങ്കിൽ നമ്മൾ ജുമേറ ബീച്ച്, മറീന ബീച്ച്, അവിടെയൊക്കെ അൽസൂഫ് ബീച്ച്, അവിടെയൊക്കെയാണ് നമ്മൾ പോണത് സാധാരണ. പക്ഷെ ഒരു വെറൈറ്റിക്ക് ആയിട്ട് ഇതായതുകൊണ്ട് ഒരു ചുമ്മാ ഒരു ചേഞ്ചിനാണ് ഈ അബുദാബി കോർണിഷ് ബീച്ചിലേക്ക് വന്നേക്കണത്. പക്ഷേ നല്ല തിരക്കുണ്ട് കേട്ടോ. ഈദിൻ്റെ സ്പെഷ്യൽ ആയതുകൊണ്ട്, ഈദിൻ്റെ ഹോളിഡേ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ അടിപൊളി ബീച്ച്. സൺസെറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കോർണിഷ് ബീച്ചിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നടന്ന് റൂമിലേക്ക് പോകേണ്ട ദൂരമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ റൂമിലേക്ക് പോണ വഴിയാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ കുളം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരുപാട് താറാവിനെ ഇട്ടിട്ടുണ്ട്. ഈ താറാവുകളാണെങ്കിൽ പുറത്തേക്ക് അകത്തേക്കൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റിയൊരു കാഴ്ച തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വലിയ പെരുന്നാളായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഫുഡായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ ഫുഡ് തന്നെയാണ് കഴിക്കാൻ പോണത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഫുഡ് തന്നെയാണ് ഞാൻ കഴിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ അകത്തേക്ക് വന്നിരുന്നായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ. കാരണം എന്ന് വെച്ചാൽ ദുബായിൽ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ പുറത്തൊക്കെ നല്ല ചൂടാണ്, ഭയങ്കര ആവിപ്പാൻ. ഇപ്പം ഞാൻ സ്പെഷ്യൽ ഫുഡിനെ കുറിച്ച് പറയണമെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഊണാണ്. കാരണം എന്ന് വെച്ചാൽ നാട്ടിലുണ്ടാവുമ്പോൾ ഓരോ പെരുന്നാളിന് വരുമ്പോഴും ബിരിയാണി മസ്റ്റാണ്. ബിരിയാണി, ചിക്കൻ, ബീഫ്, മട്ടൻ അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും നമ്മൾ കൂടുതലും കഴിക്കുന്നത്. കാരണം എനിക്കും അത് തന്നെയായിരുന്നു കേട്ടോ ഇഷ്ടം. ഒരു സൺഡേ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു പെരുന്നാൾ ഇങ്ങനെയൊക്കെ വന്നെയാണെങ്കിൽ നമ്മൾ ചിക്കനോ ബീഫോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചിരിക്കും. പക്ഷേ ദുബായ് വന്നതിന് ശേഷമാണ് എനിക്ക് മീൽസിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. മീൽസും അതിൽ കിട്ടുന്ന കുറേ കറികളുണ്ടല്ലോ, അതൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അതൊന്നും നമ്മൾ ഡെയിലി കഴിക്കാറില്ല കേട്ടോ. നാട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ ഡെയിലി കഴിക്കാറുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും എന്തായാലും അറിയുന്നുണ്ട്. പക്ഷേ അടിപൊളി മീൽസായിരുന്നു, ഞാൻ നല്ല രീതിയിൽ തന്നെ കഴിച്ച്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.